കോഴിക്കോട് റൂറൽ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് നവംബർ 1 തുടക്കമാകും. പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിലാണ് ഇത്തവണ കലോത്സവം നടക്കുന്നത്. പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിലായി 11 വേദികളാണ് കലോത്സവത്തിനായി ഒരുക്കിയതെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. കോഴിക്കോട് റൂറൽ ഉപജില്ല മാവൂർ, പെരുവയൽ, പെരുമണ്ണ, ഒളവണ്ണ ഗ്രാമപഞ്ചായത്തുകളും കോഴിക്കോട് കോർപ്പറേഷനിലെ കോവൂർ മേഖലയും അടങ്ങിയതാണ്. ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള 68 വിദ്യാലയങ്ങളിൽ നിന്ന് 4727 കുട്ടികളാണ് മത്സരിക്കാനെത്തുന്നത്. 291 ഇനങ്ങളിൽ മത്സരം നടക്കുന്നു. 10 വേദികളിലായിട്ട് 4 ദിവസം ഇവിടെ കലാമാമാങ്കം അരങ്ങേറുകയാണ്. വിവിധ വിഭാഗങ്ങളിൽ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഇങ്ങനെ മൊത്തം 4 വിഭാഗങ്ങളിൽ നിന്നുള്ള 4727 കുട്ടികളാണ് മേളയിൽ പങ്കെടുക്കാനെത്തുന്നത്. മേളയുടെ നടത്തിപ്പിനാവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞു. അതുപോലെ രചനാ ഇനങ്ങൾ പുത്തൂർമഠം സ്കൂളിലെ ക്ലാസ് മുറികളിൽ വെച്ച് വെള്ളി, ശനി ദിവസങ്ങളിലായിട്ട് പൂർത്തീകരിക്കും. മേളയുടെ വിജയത്തിന് വേണ്ടിയിട്ട് പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷാജി പുത്തലത്ത് ചെയർമാനും, പുത്തൂർമഠം UP സ്കൂളിലെ PTA പ്രസിഡന്റ് മുഹമ്മദ് ഷെരീഫ് വർക്കിംഗ് ചെയർമാനും, സ്കൂൾ HM സുരേഷ് മാഷ് ജനറൽ കൺവീനറായിട്ട് ഒരു വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തെ സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ, വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വിപുലമായിട്ടുള്ളൊരു സംഘാടക സമിതിയാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. വളരെ കൃത്യമായിട്ടുള്ള സാംസ്കാരിക പാരമ്പര്യമുള്ള ഒരു പ്രദേശമാണ് പെരുമണ്ണ പുത്തൂർമഠം. കാര്യമായ സാംസ്കാരിക പാരമ്പര്യം അവകാശപ്പെടാനുള്ള ഈ പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഒരു ഉപജില്ലാ കലോത്സവം നടക്കുന്നത്. ഈ കലോത്സവം വിജയിപ്പിക്കാൻ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും അകമഴിഞ്ഞ പിന്തുണ ഇതിനകം തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ നാട്ടുകാരുടെ പൂർണ്ണ സഹകരണത്തോടുകൂടി ജനകീയ മേളയായിട്ട് ഈ കലോത്സവം നമുക്ക് പൂർത്തീകരിക്കണം. എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഈ മേളക്കുണ്ടാകണം. നമ്മുടെ കലാപ്രതിഭകൾക്ക് പ്രോത്സാഹനം കിട്ടുന്ന, അംഗീകാരം കിട്ടുന്ന, അവസരം കിട്ടുന്ന ഈ ഒരു മാമാങ്കം അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ വിജയിപ്പിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വിവിധ സബ് കമ്മിറ്റികൾ മത്സരബുദ്ധിയോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തനം വിജയിപ്പിക്കാനാവശ്യമായിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഒരിക്കൽ കൂടി നിങ്ങളിൽ എല്ലാവരിൽ നിന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.